സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. 204 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 290 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. സൂക്ഷ്മ പരിശോധനയിൽ 86 പേരുടെ പത്രിക തള്ളി. പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് അപരന്മാരുടെ ഭീഷണിയുണ്ട്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന്റെ 2 അപരന്മാരുടെയും പത്രിക തള്ളി. സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളായ തോമസ് ഐസക്കിനോടും ആന്റോ ആന്റണിയോടും സത്യവാങ്മൂലത്തിൽ കളക്ടർ വ്യക്തത തേടി. വിവാഹിതനാണോ എന്ന കോളത്തിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നായിരുന്നു തോമസ് ഐസക് എഴുതിയത്. ആന്റോ ആന്റണിയുടെ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങളിലാണ് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടത്. ഇരുവരുടെയും പത്രിക അംഗീകരിച്ചു. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ അപരന്മാരായ ഫ്രാൻസിസ് ജോർജ്, ഫ്രാൻസിസ് ഇ ജോർജ് എന്നിവരുടെ പത്രികകൾ തള്ളി. പിന്താങ്ങിയവരുടെ ഒപ്പ് വ്യാജമെന്ന UDF പരാതി അംഗീകരിച്ചാണ് പത്രിക തള്ളിയത്. പാലക്കാട് A വിജയരാഘവന്റെ അപരന്റെ പത്രിക തള്ളി. കാസർഗോഡ് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ അപരന്റെ പത്രിക അംഗീകരിച്ചു. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെയും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെയും അപരന്മാരുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. വടകരയിൽ UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾക്ക് അപരശല്യമുണ്ട്. കണ്ണൂരിലും കോഴിക്കോടും ഇരുമുന്നണികൾക്കും അപരഭീഷണിയുണ്ട്. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ പത്രിക ഉൾപ്പെടെ 12 പേരുടെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പൗരത്വ ഭേദഗതി അടക്കം നിർണായക വിഷയങ്ങളിൽ മൗനം പാലിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രിക 5 വിഭാഗങ്ങൾക്കുള്ള ന്യായ പ്രഖ്യാപനങ്ങളോടെയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. യുവാക്കൾക്ക് തൊഴിലും സ്ത്രീകൾക്ക് വരുമാനവും കർഷകർക്ക് താങ്ങുവിലയും ഉറപ്പാക്കുമെന്നാണ് പ്രധാന വാഗ്ദാനം. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, തൊഴിലാളികൾ എന്നിവരുടെ ക്ഷേമവും സമത്വവും അടിസ്ഥാനമാക്കിയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ 30 ലക്ഷത്തോളം ഒഴിവുകൾ നികത്തും. തൊഴിലുറപ്പ് പദ്ധതിയിലെ കുറഞ്ഞ ദിവസവേതനം 400 രൂപയാക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1000 രൂപ. പാവപ്പെട്ട സ്ത്രീകൾക്ക് വർഷത്തിൽ 1 ലക്ഷം രൂപ നൽകാൻ മഹാലക്ഷ്മി പദ്ധതി. കർഷകർക്ക് സ്വാമിനാഥൻ ഫോർമുലയനുസരിച്ച് താങ്ങുവില. തൊഴിലാളികൾക്ക് സാർവത്രിക ആരോഗ്യ പരിരക്ഷ. രാജ്യവ്യാപക ജാതി സെൻസസ് എന്നിങ്ങനെ പോകുന്നു പ്രഖ്യാപനങ്ങൾ. ജനങ്ങളാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കിയതെന്ന് രാഹുൽ ഗാന്ധി. This election is about those who are trying to destroy the constitution and destroy democracy in this country versus those who are trying to protect the constitution and protect democracy in this country. മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് ഉന്നയിച്ച പല വിഷയങ്ങളിലും പരിഹാരം നിർദ്ദേശിക്കുന്നില്ല എന്നാണ് പ്രകടന പത്രികയ്ക്ക് എതിരായ വിമർശനം. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകും എന്ന് പറയുമ്പോഴും പ്രത്യേക പദവിയുടെ കാര്യത്തിൽ മൗനം. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതിലും നിലപാടില്ല. പൗരത്വ വിഷയം പരാമർശിക്കുക പോലും ചെയ്യാത്തതിനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CAA പറ്റി ഒരക്ഷരം വേണ്ടിയില്ല. പക്ഷേ അത് പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് അങ്ങനെ പൗരത്വ ഭേദഗതി നിയമം ഉണ്ട് എന്ന് കോൺഗ്രസ് അറിയുന്നില്ല. ഇന്ന് രാത്രി കഴിഞ്ഞ് രാവിലെ പറയാമെന്ന് പറഞ്ഞ് ഇതേവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ പ്രകടന പത്രികയിലും ഒന്നും പറയുന്നില്ല. മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അത് മാനിഫെസ്റ്റോയിൽ പറയേണ്ട കാര്യമല്ല സുഹൃത്തെ. അതൊക്കെ മാനിഫെസ്റ്റോ അത് ആ നിയമത്തിൽ നടക്കുന്ന നടപടി. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്കിയാൽ അറിയാം. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, P ചിദംബരം എന്നിവർ ചേർന്നാണ് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. 24 ഡൽഹി. വിവാദ ചിത്രം ദി കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധം. പെരുമാറ്റച്ചട്ട ലംഘനം എന്ന പരാതിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും CPIM-ഉം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. സംപ്രേഷണം വിലക്കണമെന്ന ആവശ്യം ഹൈക്കോടതിക്ക് മുന്നിലുമെത്തി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഔദ്യോഗിക മാധ്യമമായ ദൂരദർശനെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നാണ് ആക്ഷേപം. നടപടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി CPIM-ഉം പ്രതിപക്ഷ നേതാവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കേരളത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രം ഉപകരിക്കുന്ന ആ സിനിമ ഒരു കാരണവശാലും ദൂരദർശൻ പോലുള്ള ഒരു ചാനലിൽ പ്രദർശിപ്പിക്കരുതെന്നാണ് ഞങ്ങളുടെ നിലപാട്. വസ്തുതാവിരുദ്ധമായ പ്രചാരണത്തിലൂടെ സിനിമ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നാണ് വിമർശനം. അതേസമയം സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നും വിമർശിക്കുന്നവർ അഭിപ്രായങ്ങളെ പേടിക്കുന്നവരാണെന്നും NDA സ്ഥാനാർത്ഥി V മുരളീധരൻ. അഭിപ്രായ സ്വാതന്ത്ര്യം ഈ നാട്ടിൽ എല്ലാവർക്കും ഉള്ളതാണ്. അത് സമൂഹ നന്മയ്ക്കെതിരാണ്, നാട്ടിലെ നിയമങ്ങൾക്കെതിരാണെങ്കിൽ അത് പരിശോധിക്കാൻ സെൻസർ ബോർഡുണ്ട്, കോടതികളുണ്ട്. അങ്ങനെയുള്ള വേദികളിലൊക്കെ പരിശോധിച്ച് അംഗീകാരം നൽകിയതിനു ശേഷമാണ് ഇത് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. കേന്ദ്ര തീരുമാനത്തിനെതിരെ DYFI ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി.
ദൂരദർശനിലെ കേരള സ്റ്റോറിയുടെ സംപ്രേഷണം വിലക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജിയും എത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം 2 തവണ തടസ്സപ്പെട്ടു. മൈക്കും ആംപ്ലിഫയറും തകരാറിലായതിനെ തുടർന്നാണ് പ്രസംഗം തടസ്സപ്പെട്ടത്. 2 തവണയും ചിരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇരിപ്പിടത്തിലെത്തിയത്. ഇതിനിടെ തോമസ് ചാഴികാടന്റെ പേര് CPI സംസ്ഥാന സെക്രട്ടറിക്ക് മാറിപ്പോവുകയും ചെയ്തു. തലയോലപ്പറമ്പിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തിലാണ് മൈക്ക് വീണ്ടും പണി പറ്റിച്ചത്. മുഖ്യമന്ത്രി പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ പോഡിയത്തിൽ ഉറപ്പിച്ചിരുന്ന മൈക്ക് ദാ കിടക്കുന്നു താഴെ. മന്ത്രി VN വാസവനും ജോസ് കെ മാണിയും മൈക്ക് തിരിച്ചു വെക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ നടന്നില്ല. ഉടൻ തന്നെ മൈക്ക് ഓപ്പറേറ്റർ ഓടിയെത്തി. ഇതോടെ മുഖ്യമന്ത്രി ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി കൂളായിരുന്നു. ചിരിച്ചുകൊണ്ട് വേദിയിലിരുന്ന മുഖ്യമന്ത്രിയെ കണ്ടതോടെ എല്ലാവർക്കും ആശ്വാസം. 10 മിനിറ്റ് ശേഷം തകരാർ പരിഹരിച്ചതോടെ മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചു. BJPക്കും കോൺഗ്രസിനുമെതിരെ വിമർശനം തുടരുന്നതിനിടെ വീണ്ടും പ്രസംഗം മുടങ്ങി. ഇത്തവണ ആംപ്ലിഫയറാണ് പണി തന്നത്. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് പുക ഉയർന്നതോടെ സദസ്സിലിരുന്നവരും ആശങ്കയിലായി. എന്നാൽ ഉടൻ തന്നെ പ്രശ്നം പരിഹരിച്ചു. മുഖ്യമന്ത്രി വേദിയിലെത്തുന്നതിന് മുമ്പാണ് CPI സംസ്ഥാന സെക്രട്ടറിക്ക് നാക്കുപിഴച്ചത്. സ്ഥാനാർത്ഥിയുടെ പേര് തന്നെ ബിനോയ് വിശ്വത്തിന് മാറിപ്പോയി. എന്നാൽ അതിന് ഒരു നല്ല വിശദീകരണം നൽകി ബിനോയ് വിശ്വം തലയൂരി. നമ്മുടെ സ്ഥാനാർത്ഥി ജോസഫ് ചാഴിക്കാടനെ, തോമസ് ചാഴിക്കാടനെ നമ്മളെല്ലാ തരത്തിലും സ്നേഹിക്കുന്ന നമ്മുടെ ടോമിയെ ഉജ്ജ്വലമായ ഭൂരിപക്ഷമേകി വിജയിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. ടോബി ജോൺസൺ, 24 കോട്ടയം. SDPIയെ ചൊല്ലി LDF UDF പോരും മുറുകുന്നു. തോൽവി ഭയന്നാണ് തീവ്രവാദ ശക്തികളുമായി കോൺഗ്രസ് കൂട്ടുകൂടുന്നത് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. SDPI പിന്തുണ വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. UDFന് പിന്തുണ പ്രഖ്യാപിച്ച SDPI നിലപാടിനെതിരെ തുടക്കം മുതൽ ഉന്നയിക്കുന്ന രൂക്ഷ വിമർശനം തുടരുകയാണ് LDF. പിന്തുണ കോൺഗ്രസ് നിരസിച്ചെങ്കിലും CPIM വിമർശനത്തിൽ നിന്ന് പിന്നോട്ടില്ല. SDPI UDF ബന്ധം ആസൂത്രിതമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഒന്നാമത്തെ ശ്വാസത്തിൽ പറയുക, രണ്ടാമത്തെ ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് വേണം എന്ന് പറയുകയും ചെയ്യും. പിന്നെ SDPIയുടെ വോട്ട് വാങ്ങാമെങ്കിൽ പിന്നെ അവരുടെ പിന്തുണ എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നം? വളരെ ആസൂത്രിതമായിട്ട് നടന്ന ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ SDPIയുമായിട്ട് ബന്ധപ്പെട്ട UDFന്റെ ബന്ധം. ആരോപണങ്ങളെ തള്ളിയ പ്രതിപക്ഷ നേതാവ് CPIMനെ വെല്ലുവിളിച്ചു. അവിടെ ഇതിനേക്കാൾ വ്യക്തതയോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രസ്ഥാനവും ഒരു മുന്നണിയും ഇതുപോലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരം വർഗീയ നിലപാടുള്ള ആളുകളുടെ പിന്തുണ വേണ്ട എന്നുള്ള ധീരമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഒരു പാർട്ടിയും സ്വീകരിച്ചിട്ടില്ല. CPIMനൊക്കെ ധൈര്യമുണ്ട് മുട്ടുപറയ്ക്ക് അങ്ങനെ പറയാൻ. RSSന്റെ മുസ്ലിം പതിപ്പാണ് SDPI എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. SDPI UDF സഖ്യം തെക്കൻ ജില്ലയിൽ അണിയറയിലും വടക്കൻ ജില്ലകളിൽ അരങ്ങത്തും തുടരുന്നുവെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് പരിഹസിച്ചു. അതേസമയം UDF പിന്തുണ നിരസിച്ചതോടെ സംസ്ഥാന കമ്മിറ്റി ചേർന്ന ശേഷം തുടർ തീരുമാനം എടുക്കുമെന്ന് SDPI നേതൃത്വം വ്യക്തമാക്കി. 24 കൊച്ചി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ ദുരൂഹ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. തിരുവനന്തപുരം DCPയുടെ നേതൃത്വത്തിൽ 6 അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. മരിച്ച നവീൻ പലരുമായും രഹസ്യഭാഷയിൽ ആശയവിനിമയം നടത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. നവീന്റെ മൃതദേഹം മീനടം വലിയ പള്ളിയിൽ സംസ്കരിച്ചു. അന്യഗ്രഹ ജീവിതം സ്വപ്നം കണ്ടതടക്കം അന്വേഷണത്തിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. തിരുവനന്തപുരം DCPയുടെ മേൽനോട്ടത്തിലുള്ള സംഘത്തിൽ വട്ടിയൂർക്കാവ് SHO PS വിനോദാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. സൈബർ ഡിവിഷനിലെ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. മരിച്ച നവീൻ പലരുമായും രഹസ്യഭാഷയിൽ ആശയവിനിമയം നടത്തിയെന്നാണ് ലാപ്ടോപ്പ് കേന്ദ്രീകരിച്ചുള്ള കണ്ടെത്തൽ. സമൂഹമാധ്യമങ്ങളിലെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ നവീൻ ചില സംഘങ്ങളുമായി ബന്ധപ്പെട്ടെന്നാണ് സംശയം. പ്രത്യേക സംഘങ്ങളുടെ ബാഹ്യ ഇടപെടലുകളും അന്വേഷണ പരിധിയിലുണ്ട്. മരണാനന്തര ജീവിതത്തിൽ മരിച്ച മൂവരും ആകൃഷ്ടരാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചു. സിറോ താഴ്വരയിലെ ബ്ലാക്ക് മാജിക് കേന്ദ്രങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട്. നവീനിന്റെയും ദേവിയുടെയും ആര്യയുടെയും മൊബൈൽ ഫോണുകളും പരിശോധിക്കും.
24 തിരുവനന്തപുരം. അരുണാചലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതികളും സുഹൃത്തും വിചിത്ര വിശ്വാസങ്ങൾ പിന്തുടർന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. മരിച്ച ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് അന്യഗ്രഹ ജീവിതത്തിൽ വിശ്വസിച്ചതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. നവീനും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും അന്യഗ്രഹ ജീവിതം വിശ്വസിച്ചതിന്റെ കൂടുതൽ തെളിവാണ് പോലീസിന് ലഭിച്ച ഈ PDF രേഖ. ആൻഡ്രോമെഡ ഗാലക്സിയിലെ മിഥി എന്ന സാങ്കല്പിക അന്യഗ്രഹ ജീവിയുമായുള്ള ചോദ്യോത്തരങ്ങളാണ് PDF-ൽ. www.mithi.com എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വിവരങ്ങളാണിത്. ഹിന്ദി അടക്കം 9 ഭാഷകളിലാണ് PDF അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇംഗ്ലീഷ് ഭാഷയിലെ PDF ഫയലാണ് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയത്. ദിനോസറുകൾ ഇല്ലാതായിട്ടില്ലെന്നും മറ്റ് ഗ്രഹങ്ങളിലേക്ക് മാറ്റിയെന്നുമുള്ള യുക്തിക്ക് നിരക്കാത്ത വിവരങ്ങളാണ് ഇതിലുള്ളത്. അന്യഗ്രഹ ജീവികളെ ആകർഷിക്കപ്പെടുന്ന സ്ഥലമായി കേരളം മാറിയെന്നാണ് ഒരു ചോദ്യത്തിനുള്ള മറുപടി. അന്റാർട്ടിക്കയിലെ ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ചും സ്പേസ് ഷിപ്പുകളെക്കുറിച്ചും ലാപ്ടോപ്പുകളിൽ വിവരങ്ങളുണ്ട്. മറ്റു ഗ്രഹങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന സ്പേസ് ഷിപ്പുകളിൽ ഉൽക്കകളിൽ നിന്നുള്ള ആന്റി കാർബണാണ് സ്പേസ് ഷിപ്പുകളുടെ ഇന്ധനമെന്നും വിശദീകരിക്കുന്നു. വിചിത്ര വിശ്വാസങ്ങളടങ്ങിയ 466 പേജ് രേഖയിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. 24 തിരുവനന്തപുരം. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രൈം ടൈം ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കണ്ണൂർ പാനൂർ മുളിയാത്തോട് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. മുളിയാത്തോട് സ്വദേശി കാട്ടിന്റെ ഇവിടെ ഷെറിനാണ് മരിച്ചത്. സുഹൃത്ത് വിനീഷിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇരുവരും CPIM അനുഭാവികളാണ്. എന്നാൽ സ്ഫോടനത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് പങ്കില്ലെന്നാണ് CPIM നൽകുന്ന വിശദീകരണം. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് സ്ഫോടനമുണ്ടായത്. കൈവേലിക്കൽ മുളിയാത്തോട് സ്വദേശി വിനീഷിന്റെ വീടിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന മറ്റൊരു വീടിന്റെ ടെറസിലായിരുന്നു സ്ഫോടനം. ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറി. സ്ഫോടനത്തിൽ വിനീഷിന്റെ കൈപ്പത്തി ചിതറിത്തെറിച്ചു. ഷെറിന്റെ മുഖത്തും നെഞ്ചിലും വയറിലും ഗുരുതര പരിക്ക്. ഇരുവരെയും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട്ടേക്കും മാറ്റി. അബോധാവസ്ഥയിലായിരുന്ന ഇവരെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും 12:30യോടെ ഷെറിന്റെ മരണം സ്ഥിരീകരിച്ചു. വിനീഷിന്റെ നിലയും അതീവ ഗുരുതരമായി തുടരുകയാണ്. CPIM പ്രാദേശിക നേതാവിന്റെ മകനായ വിനീഷും മരിച്ച ഷെറിനും CPIM അനുഭാവികളാണ്. സമഗ്ര അന്വേഷണം വേണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K. സുധാകരൻ. ഇവിടെ ഭരിക്കുന്ന ഭരണകക്ഷിയുടെ ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. സംഭവത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് പങ്കില്ലെന്നും ബോംബ് നിർമ്മിച്ചവരെ പാർട്ടി നേരത്തെ തള്ളിപ്പറഞ്ഞിരുന്നതായും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. പാർട്ടി തള്ളിപ്പറഞ്ഞ മുമ്പേ തന്നെ, ഇപ്പോഴും മാത്രമല്ല മുമ്പ് തന്നെ ഇവരെയൊക്കെ ഈ ഒരു സെറ്റിനെ പാർട്ടി തള്ളിപ്പറഞ്ഞ വിഭാഗമാണ്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല. സ്ഥലത്തെ ബോംബ് നിർമ്മാണം സംബന്ധിച്ച രഹസ്യാന്വേഷണ റിപ്പോർട്ട് പോലീസ് അവഗണിച്ചതായി സ്ഥലം സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. 24 കണ്ണൂർ. ജസ്ന തിരോധാന കേസിൽ പിതാവിന്റെ ആരോപണങ്ങൾ തള്ളി CBI. പിതാവിന്റെ ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ പലതും മൊഴിയെടുത്തപ്പോൾ അറിയിച്ചിട്ടില്ലെന്ന് CBI തിരുവനന്തപുരം കോടതിയിൽ നൽകിയ ആ റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണം അന്തിമമായി അവസാനിപ്പിച്ചിട്ടില്ലെന്നും CBI. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഈ പിതാവ് പറയുന്നത് പോലെ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്നാണോ ഇപ്പോൾ CBI പറയുന്നത്? അന്വേഷണം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നല്ലോ മുൻപ് CBI. ജസ്നയുടെ പിതാവ് തിരുവനന്തപുരം CBI കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞത് CBI അന്വേഷണത്തിൽ പല ഭാഗങ്ങളും വിട്ടുപോയി, അങ്ങനെ CBI അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് ശരിയായ രീതിയല്ല എന്നുള്ളതായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും CBI ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ആ കോടതിയിൽ ഈ ഹർജിയിലെ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്നു. ചോദ്യം ചെയ്തപ്പോൾ ജസ്നയുടെ പിതാവ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് CBI നിലപാട്. ജസ്നയ്ക്ക് ഗർഭലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല, മാത്രമല്ല ആൺ സുഹൃത്തിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയതാണ്. ആർത്തവരക്തം പുരണ്ട വസ്ത്രം കണ്ടെടുത്തിട്ടില്ല. NSS ക്യാമ്പ് സംബന്ധിച്ചും അന്വേഷണം നടത്തിയതായി CBI റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ ഹോസ്റ്റലിൽ ഒപ്പമുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തു. അധ്യാപകരുമായും ജസ്നയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമില്ലെന്നും അതേസമയം അന്വേഷണം അന്തിമമായി അവസാനിപ്പിച്ചിട്ടില്ലെന്നും CBI റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പഠിക്കാൻ സമയം വേണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ ഈ മാസം 12-ന് കേസ് വീണ്ടും പരിഗണിക്കും. ശരി, ജസ്ന തിരോധാന കേസിൽ പിതാവിന്റെ ആരോപണങ്ങൾ തള്ളി CBI. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം വൈകുന്നതിനെതിരെ
ഹൈക്കോടതി കേസ് CBIക്ക് വിട്ട് അടിയന്തരമായി വിജ്ഞാപനമിറക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. അന്വേഷണത്തിലെ കാലതാമസം ഇരയ്ക്ക് നീതി കിട്ടാതിരിക്കാൻ കാരണമാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. അന്വേഷണം CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ പിതാവ് നൽകിയ ഹർജി ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് പരിഗണിച്ചത്. കേസ് കേട്ട കോടതി സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളതായി നിരീക്ഷിച്ചു. നിലവിൽ ക്ലറിക്കൽ നടപടികൾ മാത്രമാണല്ലോ ബാക്കിയെന്നും ഇത് അന്വേഷണം ഏറ്റെടുക്കാൻ തടസ്സമാണോ എന്നും ഹൈക്കോടതി ചോദിച്ചു. CBI അന്വേഷണത്തിന് വിജ്ഞാപനമിറക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. CBI അന്വേഷണത്തിനുള്ള ഫയലുകൾ കൈമാറുന്നതിൽ സംസ്ഥാന സർക്കാർ കാലതാമസം വരുത്തരുതെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം ഹൈക്കോടതി ഉത്തരവ് സ്വാഗതം ചെയ്യുന്നതായും കേരള സർക്കാർ കേസ് അട്ടിമറിച്ചതിനാലാണ് ഹർജി നൽകിയതെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് വ്യക്തമാക്കി. വളരെയേറെ സ്വാഗതാർഹമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഉത്തരവ് പെട്ടെന്ന് വരും എന്നുള്ളത്. അവരതിനെ 10-17 ദിവസം വരെ അവർ മൂടി വെച്ചിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയില്ല. ഈ SFI നേതാക്കന്മാരെ രക്ഷപ്പെടുത്താനും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും എല്ലാവരും രക്ഷപ്പെടുത്താനായിട്ട് അവർ പല രീതിയിലും തട്ടിക്കളിച്ചുകൊണ്ടിരുന്നു. കേസിൽ കേന്ദ്ര സർക്കാർ അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റി. കേന്ദ്ര ഏജൻസി അന്വേഷണം വൈകിപ്പിക്കാനോ കഴിയുമെങ്കിൽ തടയാനോ ഉള്ള ബോധപൂർവമായ ശ്രമമാണ് സർക്കാരിൽ നിന്നുണ്ടായതെന്നാണ് ഹർജിയിലെ ആരോപണം. 24 കൊച്ചി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമരം ചെയ്യുന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയ്ക്കെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. അനിതയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചതുകൊണ്ടാണ് നടപടി ഉണ്ടായതെന്ന് മന്ത്രി ന്യായീകരിച്ചു. വീഴ്ച എന്താണെന്ന് മന്ത്രി വ്യക്തമാക്കണമെന്ന് PB അനിത ആവശ്യപ്പെട്ടു. ICU പീഡന കേസിൽ അതിജീവിതയെ പിന്തുണച്ച PB അനിതയെ സ്ഥലം മാറ്റിയിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തതിനെതിരെയാണ് അനിതയുടെ പ്രതിഷേധം. സമരം 5ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. തിരിച്ചെടുക്കണമെന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യും. ഇക്കാര്യം കൂടി കോടതിയെ ബോധ്യപ്പെടുത്തും. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ അനിതയും കേസിലെ അതിജീവിതയും. എന്ത് വീഴ്ചയാണ് അവർ തന്നെ പറയട്ടെ, എന്ത് വീഴ്ചയാണ് എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളതെന്ന് പറയട്ടെ. ഇത് ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് ഞാൻ തന്നെ വല്ലല്ലോ പറഞ്ഞു. ഹൈക്കോടതിയും ഞാൻ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ട വ്യക്തിയല്ല എന്ന് വ്യക്തമായിട്ട് ഗവൺമെന്റ് പ്ലീഡർ പറഞ്ഞതാണ്. സർക്കാർ വലിയ ഒരു അനീതി തന്നെയാണ് കാണിക്കുന്നത്. എന്നോടും സിസ്റ്റർ ഇതുപോലെ തന്നെ എന്നോട് ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പൊ സിസ്റ്ററിനോടും ചെയ്യുന്നത്. ഒരു തരത്തില് സിസ്റ്ററും അതിജീവിത തന്നെയാണ്. ആരോഗ്യമന്ത്രി കേരളത്തിന് അപമാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. ആരുടെ കൂടെയാണ് ഇവർ? ആരുടെ കൂടെയാണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ സർജറി കഴിഞ്ഞു കിടന്ന സ്ത്രീയെ പീഡിപ്പിച്ചവരുടെ കൂടെയാണോ ഈ സർക്കാർ? അവരുടെ കൂടെയാണോ ഈ ആരോഗ്യമന്ത്രി? സമരത്തിന് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് PB അനിതയുടെ തീരുമാനം. കോടതിയലക്ഷ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിജീവിതയെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയത് അനിതയുടെ നിരുത്തരവാദ സമീപനം മൂലമെന്ന DME റിപ്പോർട്ട് അനുസരിച്ചാണ് സ്ഥലം മാറ്റിയതെന്ന വിശദീകരണമാണ് അധികൃതർ നൽകുന്നത്. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ സർജിക്കൽ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചതിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. 143 കോടി രൂപയുടെ കുടിശ്ശിക വന്നതോടെയാണ് കമ്പനികൾ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയത്. ഇതോടെ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലായി. പല ആശുപത്രികളിലും അവശേഷിക്കുന്നത് ഒരാഴ്ചത്തേക്കുള്ള ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മാത്രമാണ്. പുണ്യങ്ങളാൽ പവിത്രമായ റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. ആത്മവിശുദ്ധിയുടെ മാസത്തിന് പള്ളി മിമ്പറങ്ങളിൽ നിന്ന് ഇമാമുമാർ വികാര നിർഭരമായി വിട ചൊല്ലി. വൃതമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിലെ ജുംആ നമസ്കാരത്തിനെത്തിയ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിയാണ് റംലാന് ഔപചാരിക വിട ചൊല്ലിയത്. വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകളിൽ നിന്ന് ഈദുൽ ഫിത്തറിന്റെ ആഘോഷത്തിലേക്കുള്ള മാറ്റം സൂക്ഷ്മതയോടെ വേണമെന്ന് ഉദ്ബോധിപ്പിച്ചു. 29 നോമ്പ് അല്ലെങ്കിൽ 30 നോമ്പ് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചതിൽ അള്ളാഹുവിന് ഞാൻ നടത്തുന്ന നന്ദി പ്രകാശനമാണ്. തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറയുമ്പോൾ ആ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത്. റംലാന്റെ അവസാനത്തിൽ നൽകേണ്ട ഫിത്ർ സക്കാത്തിന്റെ പ്രസക്തിയും അത് നൽകുന്നതിലുള്ള സമയപരിധിയും വിശദീകരിച്ചു. കൊടും ചൂടിലും വിശ്വാസ തീക്ഷ്ണതയോടെ അവർ ജുംആ നമസ്കാരത്തിൽ പങ്കാളികളായി. നഗരങ്ങളിലെ പള്ളികളിൽ നമസ്കാരം പുറത്തേക്ക് നീണ്ടു.
ജുമുഅ ബാങ്ക് വിളിക്ക് മുമ്പ് തന്നെ വിശ്വാസികൾ മസ്ജിദുകളിലെത്തിയിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കുള്ള നമസ്കാര സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. വ്രതശുദ്ധിയിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യം കാത്തു സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞയോടെയാണ് വിശ്വാസികൾ മടങ്ങിയത്. 24 മലപ്പുറം. റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. പ്രൈം ടൈം ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു.